എന്റെ പേര് റിയ. ഞാൻ കാനഡയിലാണ് ഇപ്പം ന്യൂ ബ്രൗൺസ്വിക്ക്. ആം, ഞാന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കുറെ കോഴ്സുകൾ ചെയ്തതാണ്. കുറെ അല്ല, 2-3 കോഴ്സ്. പക്ഷെ ഇങ്ങനെ വിഷമത്തിൽ ഇരിക്കുമ്പോഴായിരുന്നു ഞാൻ വെറുതെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം നോക്കിയപ്പം പെക്സാറിന്റെ ഇത് കണ്ടു, ആഡ് കണ്ടു. അപ്പൊ തന്നെ മാഡത്തിനെ വിളിച്ചു. മാഡത്തിനെ വിളിച്ചപ്പോൾ ഭയങ്കര പോസിറ്റീവ് ആയിട്ടായിരുന്നു മാഡം എന്നോട് സംസാരിച്ചിരുന്നത്. അപ്പം ഏഹ്, രണ്ടും കൽപ്പിച്ച് ഞാൻ ചേർന്നു. മാഡം പറഞ്ഞു ഫസ്റ്റ് ഡേ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചേർന്നു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാഡത്തിന്റെ ഈ തുടങ്ങുമ്പോഴുള്ള ഈ സോങ് ഉണ്ടല്ലോ, അത് തന്നെ ഒരു വളരെ ഡിഫറെന്റ് ആണ്. ആരും അങ്ങനെ ചെയ്യാറില്ല. അപ്പം അപ്പൊ പിന്നെ മാഡത്തിന്റെ നോട്ട് അത് പറയാതിരിക്കാൻ വയ്യ. ഇതിനു മുന്നേ എടുത്ത കോച്ചിങ്ങിന്റെ സ്ഥലത്തെ നോട്ടുകളൊക്കെ എന്റെ അടുത്ത് ഇത്രയും ഒരു ബണ്ടിലുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് വായിച്ചെടുത്ത് വരുമ്പോഴേക്കും ഒരു നഴ്സിംഗ് പഠിച്ച പോലെ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇത് മാഡത്തിന്റെ ക്ലാസ്സിൽ നമ്മൾ ആക്റ്റീവായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ആ മാഡത്തിന്റെ നോട്ട് മാത്രം പഠിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. പിന്നെ മാം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ നോട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിക്കുക, കാണാപ്പാടല്ല. പക്ഷെ മാഡത്തിന്റെ ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിക്കുക. മാഡത്തിന്റെ ഓരോ സ്റ്റോറി റിലേറ്റ് ചെയ്ത് പറയുന്ന സ്റ്റോറി അത് ഭയങ്കര എഫക്റ്റീവാ. എനിക്ക് കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഓൾറെഡി ഡേറ്റ് എടുത്തിട്ടാണ് മാമിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തത്. അങ്ങനെ സഹായിച്ച് എനിവേ ഞാൻ പാസ്സായി. 85 ക്വസ്റ്റ്യൻസിൽ എന്റെ ഷട്ട് ഡൗൺ ആയി. അത് തന്നെ വലിയൊരു കാര്യം. പിന്നെ പ്രാർത്ഥന മെയിൻ തിങ് ആണ്. ദൈവം ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ കുത്തുന്നതൊക്കെ ശരിയാവണമെങ്കിൽ ദൈവം തന്നെ തോന്നിക്കണം. അപ്പം നന്നായി പ്രാർത്ഥിക്കുക, നന്നായി പഠിക്കുക, അത്രേ ഉള്ളൂ.